ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഒപ്പാംപ് ബേസ്ഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ്. സോ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഡി സി വോൾട്ടേജ് അതർ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെ പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേബിൾ ഡി സി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ജനറലി നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോൺ ആസ് എ സീരീസ് റെഗുലേറ്റർ ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ സ്വിച്ചിങ് റെഗുലേറ്റർ. സീരീസ് റെഗുലേറ്റേഴ്സ് ആൻഡ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് എന്ന രണ്ട് കാറ്റഗറിയിലേക്കാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സീരീസ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്ലാസിഫിക്കേഷനിലും ഒരു പവർ ട്രാൻസിസ്റ്റർ ഉണ്ടാവും. സീരീസ് റെഗുലേറ്റേഴ്സിലാണെങ്കിൽ ഈ പവർ ട്രാൻസിസ്റ്ററിനെ ലോഡിനും നമ്മുടെ ഇൻപുട്ടിനും അൺറെഗുലേറ്റഡ് ഇൻപുട്ടിനും ഇടയ്ക്ക് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് പവർ ട്രാൻസിസ്റ്റർ ഇസ് ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി ഇൻ ദി ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ. സോ സീരീസ് റെഗുലേറ്റേഴ്സിനെ ലീനിയർ റെഗുലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. സോ ഇവിടെ ട്രാൻസിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഈ ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നടക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 78XS 79XS 723 ഇതെല്ലാം വോൾട്ടേജ് സീരീസ് റെഗുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് 7805 എന്ന് പറയും 78XS സീരീസിലുള്ളത്, ദെൻ 79XX സീരീസിലുള്ളത്, ദെൻ 723 IC 723 ഇതെല്ലാം സീരീസ് റെഗുലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ICs ആണ്. ഓൺ ദി അതർ ഹാൻഡ് സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൺ ഓഫ് കോൺഫിഗറേഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സീരീസ് റെഗുലേറ്റേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടി എഫിഷ്യൻസി കൂടുതൽ സ്വിച്ചിങ് റെഗുലേറ്റേഴ്സിനാണ്. ഓക്കെ, സോ നമുക്ക് ഒരു ടിപ്പിക്കൽ ഒപ്പാംപ് ബേസ്ഡ് സീരീസ് റെഗുലേറ്റർ നമുക്ക് നോക്കാം. സോ ഇതാണൊരു സർക്യൂട്ട് ഡയഗ്രാം. ഇതിനകത്ത് ഒരു സീരീസ് ബേസ്ഡ് ഒപ്പാംപ് റെഗുലേറ്ററിനകത്ത് നമുക്ക് 4 കോമ്പണൻറ്റ്സ് അല്ലെങ്കിൽ 4 പാർട്സ് ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് വോൾട്ടേജ് സർക്യൂട്ട്. റെഫറൻസ് വോൾട്ടേജ് സർക്യൂട്ട് അത് ഈ ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്നതാണ് റെഫറൻസ് വോൾട്ടേജ് സർക്യൂട്ട്. ദെൻ രണ്ടാമത്തത് ഒരു എറർ ആംപ്ലിഫയർ, ഒപ്പാംപ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എറർ ആംപ്ലിഫയർ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്ന ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ, Q1 എന്ന് പറയുന്ന ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ. ദെൻ പിന്നെ വരുന്ന ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ R1 R2 ഡിവൈഡർ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് എടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ 4 പാർട്സാണ് ഒരു സീരീസ് ഒപ്പാംപ് റെഗുലേറ്ററിൽ വരുന്നത്. സോ ഇവിടെ Q1 എന്ന് പറയുന്ന പവർ ട്രാൻസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് അൺറെഗുലേറ്റഡ് ലോഡിനും അൺറെഗുലേറ്റഡ് DC സപ്ലൈക്കും ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജിനും ഇടയ്ക്ക് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സിൻസ് ദിസ് ഈസ് എ സീരീസ് റെഗുലേറ്റർ സർക്യൂട്ട്, Q1 ഇസ് ഓപ്പറേറ്റഡ് കണ്ടിന്യൂസ്ലി ഇൻ ദി ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ ലീനിയർ റീജിയൻ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജസ്, അതായത് ഇൻപുട്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരുമെങ്കിലോ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുന്നെങ്കിലോ ആ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് എവിടെ ഡ്രോപ്പ് ആവും, Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും. ഇവിടെ Q1 നമ്മൾ കണക്ട് ചെയ്യുന്നത് കോമൺ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷനിലാണ്. സോ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ വാട്ട് എവർ ദ വോൾട്ടേജസ് available at the base, the emitter will follows exactly. Okay, emitter follower circuit. Okay, അപ്പോൾ ഇത് നമ്മുടെ എമിറ്റർ അതിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകുന്ന വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, ലോഡിനെ ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ R1 R2 എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക്, ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ R1 R2 ഡിവൈഡർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയിട്ട് എറർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്, ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി എറർ ആംപ്ലിഫയർ. ദെൻ ഈ എറർ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്ന ഒരു റെഫറൻസ് വോൾട്ടേജാണ് കണക്ട് ചെയ്യുന്നത്. നോർമലി ഒരു സെനർ ഡയോഡൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്.
സോ ഇവിടെ ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ വി പ്ലസ്സിൽ വരുന്ന റെഫറൻസ് വോൾട്ടേജിനെ വി നെഗറ്റീവ് അതായത് മൈനസ് ടെർമിനലിൽ വരുന്ന എറർ വോൾട്ടേജുമായിട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം വിൽ ഗീവ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഡാഷ്. അപ്പോൾ ആ V0 ഡാഷിനനുസരിച്ച് Q1 എന്ന് പറയുന്ന പാസ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ സീരീസ് പവർ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ജനറലായിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന്. സപ്പോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് V0 ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ലോഡിൻ്റെ വേരിയേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് V0 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് അതിൻ്റെ ഒരു പോർഷനല്ലേ ഫീഡ്ബാക്ക് ചെയ്യുന്നത് ബീറ്റ V0. ബീറ്റ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ഫാക്ടറാണ് ഗിവൺ ബൈ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ V0 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷൻ ബീറ്റ ടൈംസ് V0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെഡ് ടു ദി മൈനസ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ദി ഒപ്പാമ്പ് സർക്യൂട്ട്. ഒപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് പോവുകയാണ്. അപ്പോൾ റെഫറൻസ് വോൾട്ടേജ് വി റെഫറൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലേ, സെനറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ വി റെഫറൻസും V0 ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇൻവേർട്ടിംഗ് ടെർമിനലുള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും. സോ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഡാഷ് ഓഫ് ദി എറർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് വിൽ ബി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, കാരണം ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് കൊടുത്തിരിക്കുവാണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് കാരണം വി റെഫറൻസിലും ഫീഡ്ബാക്ക് വോൾട്ടേജിലും ഉള്ള ഡിഫറൻസ് കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഡാഷ് എന്ന് പറയുന്നത് വിൽ ബി ഹാവിങ് എ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ ആ V0 ഡാഷാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോകുന്നത്. സോ ഇത് Q1 എന്ന് പറയുന്ന എമിറ്റർ ഫോളോവർ അല്ലേ. സോ അതിൻ്റെ ബേസിൽ എന്താണോ ചേഞ്ച് വരുന്നത് ആ ചേഞ്ച് എന്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും, എമിറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യും. സോ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൂടുതലാകുമ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്ത വോൾട്ടേജ് ആകുമ്പോഴത്തേനും മൈനസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, V0 ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ലോവേർഡ്. സോ V0 ഡാഷ് ലോവർ ആയിക്കഴിഞ്ഞാൽ ബേസ് വോൾട്ടേജ് എമിറ്റർ വോൾട്ടേജ് ഫോളോസ് എക്സാക്ട്ലി ദാറ്റ് ഓഫ് എമിറ്റർ വോൾട്ടേജ്. സോ V0 എന്ത് ചെയ്യും, കുറയും. V0 ഡാഷ് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, V0 ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. സോ ദസ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇപ്പോൾ റെഗുലേറ്റ് ചെയ്ത് കുറച്ച ഒരു വാല്യൂയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, സോ വൺസ് മോർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ V0 ഡാഷ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്തേക്കുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ ഒരു ഫിക്സഡ് വി റെഫറൻസ് വോൾട്ടേജ് ഉണ്ടാവും. സോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും എറർ ആംപ്ലിഫയർ. ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ആണ് എറർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ എറർ വിൽ ബി നെഗറ്റീവ് ആൻഡ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ V0 ഡാഷ് എന്ത് ചെയ്യും, V0 ഡാഷ് ഒരു ചെറിയ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ കുറവുള്ള വാല്യൂ ആയിരിക്കും. സോ ബേസിലോട്ടുള്ള വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എമിറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യും. എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് V0 ആണ്. സോ V0യും കുറയും. അങ്ങനെ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും. സെയിം തന്നെയാണ് V0 ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുമ്പോഴും നടക്കുന്നത്. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ സീരീസ് ഒപ്പാമ്പ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ്. താങ്ക് യു.